2025 ഡിസംബർ 1 അഥവാ ഇന്ന് മാങ്കൂട്ടം കഥകളും ഈശ്വരൻ്റെ വീട്ടിലെ പോലീസിൻ്റെ ലാപ്ടോപ്പ് തപ്പലും കാക്കനാട്ടെ കുട്ടിക്കാട്ടിൽ പ്രവാസിയുടേതെന്ന് സംശയിക്കുന്ന അജ്ഞാത മൃതദേഹം കണ്ടെത്തിയതുമെല്ലാം ഇന്ന് രാവിലെ മുതൽ നമ്പർ 1 ചാനലിൽ അടക്കം വലിയ വാർത്തകളായിരുന്നു. എന്നാൽ രാവിലെ 10 മണിയോടെ ED അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചാനലിൻ്റെ പേജുകളിൽ ട്രെൻഡിംഗ് ആയി. കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ നടപടി കടുപ്പിച്ച എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രി പിണറായി വിജയന് ED നോട്ടീസ് അയച്ചു. മസാല ബോണ്ട് ഇടപാടിൽ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ അഥവാ ഫെമ ലംഘിച്ചു എന്നാണ് ED കണ്ടെത്തൽ. ഇതിലാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്നെല്ലാമായിരുന്നു വാർത്ത. തുടർന്ന് ന്യായീകരണ ക്യാപ്സൂളുകളുമായി ഇറങ്ങിയവർ പതിവ് ശൈലിയിൽ കേന്ദ്ര ഏജൻസികളുടെ നടപടികൾ വേട്ടയാടൽ എന്ന് വിശേഷിപ്പിച്ച് രംഗത്തുമെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയന് മസാല ബോണ്ടിൽ ഫെമ നിയമനം ലംഘിച്ചതിന് ED നോട്ടീസ് ലഭിക്കുമ്പോഴും ഇതേ നിലപാട് പറഞ്ഞാണ് CPM പ്രതികരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. കൂടാതെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതീക്ഷിച്ചിരുന്ന രാഷ്ട്രീയ പ്രതികാര നടപടി എന്ന് പറഞ്ഞ് ലഘൂകരിക്കുകയും ചെയ്യുന്നു. എന്നാൽ രാഷ്ട്രീയ പ്രതികാര നടപടി എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസികളുടെ നോട്ടീസുകൾ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും വല്ലാതെ വലിക്കുന്നുണ്ട്. ക്ലിഫ് ഹൗസിൽ കേന്ദ്ര ഏജൻസിയുടെ നോട്ടീസ് ലഭിക്കാത്തത് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയ്ക്ക് മാത്രമാണ്. 2 മക്കൾക്കും ഇത്തരത്തിൽ നോട്ടീസ് ലഭിച്ചവരാണ്. മകൾ വീണയാകട്ടെ ഒന്നിലധികം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിലുമാണ്. പിണറായി വിജയന് കുരുക്കായി എല്ലാ കാലത്തുമുള്ള ലാവ്ലിൻ കേസ് ഇപ്പോഴും സജീവമാണ്. പിണറായിയെ പ്രതിപ്പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ CBI നൽകിയ അപ്പീൽ ഇപ്പോഴും സുപ്രീം കോടതിയുടെ പരിഗണനയിലുമാണ്. പലതവണ മാറ്റിവെച്ച കേസ് ഇപ്പോഴും അനന്തമായി നീളുന്നു. ഇതുകൂടാതെ നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ തട്ടിപ്പ്, CMRL മാസപ്പടി എന്നിങ്ങനെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകളിൽ മുഖ്യമന്ത്രിയും ആരോപണ നിഴലിലാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഒന്നിലധികം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുകയാണ്. വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടാണ് കേസുകൾ. കരിമണൽ കമ്പനിയായ CMRL നിന്നും നൽകാത്ത സേവനത്തിന് പണം കൈപ്പറ്റിയെന്ന മാസപ്പടി ആരോപണത്തിൽ SFIO അന്വേഷണം നടക്കുന്നത്. ഈ കേസിൽ വീണയെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് വിജയന് ലാവ്ലിൻ കേസിൽ ED സമൻസ് ലഭിച്ചിരുന്നു. ലാവ്ലിൻ കമ്പനി ഡയറക്ടറായിരുന്ന ദിലീപ് രാഹുൽ വിവേക് കിരണിൻ്റെ വിദ്യാഭ്യാസ ചെലവിനായി പണം നൽകിയെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് നോട്ടീസ് അയച്ചത്. 2023 ഫെബ്രുവരി 14 രാവിലെ 10:30 EDയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്നായിരുന്നു ED സമൻസിലെ ആവശ്യം. എന്നാൽ വിവേക് കിരൺ ഹാജരായില്ല എന്നാണ് വിവരം. ഇങ്ങനെ നിരവധി അന്വേഷണങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ നടപടി നടന്നു എന്ന് ഒരു കേസിലും പറയാൻ കഴിയില്ല. നയതന്ത്ര ചാനൽ സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കരൻ അറസ്റ്റിലായിട്ടും കേന്ദ്ര ഏജൻസികൾ ഒരു ഘട്ടത്തിൽ പോലും സെക്രട്ടേറിയറ്റിലേക്കോ ക്ലിഫ് ഹൗസിലേക്കോ അന്വേഷണവുമായി എത്തിയിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്തെ നോട്ടീസ് അയക്കലിൽ നടപടികൾ ഒതുങ്ങുകയാണ്. അതുപോലെ തന്നെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ AC മൊയ്തീൻ അടക്കമുള്ള CPM നേതാക്കൾക്കെതിരായ EDയുടെ അന്വേഷണവും കാര്യമായി മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് BJP CPM അന്തർധാര എന്ന പ്രതിപക്ഷ ആരോപണം സജീവമാകുന്നത്. ഓരോ ഘട്ടത്തിലും ഓരോ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ളവർക്കെതിരെ എല്ലാം അല്ലെങ്കിൽ UDFിലെ പലർക്കുമെല്ലാം എതിരെ ലൈംഗിക ആരോപണങ്ങളും സംഭവങ്ങളും ഉണ്ടാകുന്നത് പോലെ ഓരോ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും കേന്ദ്ര ഏജൻസികളെ വെച്ച് പിണറായി വിജയനും സംഘത്തിനും അല്ലെങ്കിൽ CPM നേതാക്കൾക്കെതിരെയും ഇത്തരം നാടകങ്ങൾ നടക്കാറുണ്ട്. ജനങ്ങൾ എന്തെങ്കിലും നടപടി വരുമെന്ന പ്രതീക്ഷയിലാണ് ഇന്നും കാത്തിരിക്കുന്നത്.